മല്ലു ലൈഫ് ഇൻ ചൈന എന്ന ഞങ്ങളുടെ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തുലിപ് ഗാർഡൻ പാർട്ട് 3 വീഡിയോ ഞങ്ങൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോകൾ എല്ലാവരും വാച്ച് ചെയ്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. വലിയ ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് ഞങ്ങൾ പാർട്ട് 2, 3 എന്ന് പറഞ്ഞ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒരേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് 2ഉം മുന്നോട്ട് വരുന്ന വീഡിയോകളും. ഓക്കെ, നേരത്തെ പറഞ്ഞ ആ തിരക്കുകളിലൂടെ തന്നെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിറയെ തുലിപ്പാണ്, എന്താ ഭംഗി. പല പല കളറിലുള്ള തുലിപ്പാണ്. എത്ര കളറുണ്ടെന്ന് പോലും അറിയില്ല. തിരക്കാണ് മൊത്തം. തിരക്കിലൂടെ നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ടു. എന്താ ഭംഗി, കണ്ണ് ഇങ്ങനെ ഇതാകുന്നത് കേട്ടോ. സന്തോഷം കൊണ്ട് എന്താ രസമുള്ള കാഴ്ചകളാണ്. നമ്മുടെ പ്രകൃതി എത്ര മനോഹരമാണ് കേട്ടോ. ഒരു ടെൻഷനും ഇല്ലാതെ ഇതൊക്കെ കണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷനും. ഇവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ നല്ലതാണ് കേട്ടോ. ഇവർ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അതിനുശേഷമുള്ള ടൈം ഇവർ എൻജോയ്മെൻറ്റിന് ഇറങ്ങും, ജീവിതം ആസ്വദിക്കാനായിട്ട് ഇറങ്ങും കേട്ടോ. അത് കഴിഞ്ഞാൽ ടെൻഷനുകളൊന്നും എടുത്ത് അവർ മുന്നോട്ട് പോയില്ല. അവർ കുടുംബമായിട്ടും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സുമായിട്ട് അവർ നന്നായി എൻജോയ് ചെയ്താണ് ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഓഫീസിലൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ അതുമായി വീട്ടിൽ വരും, അത് റിയാക്ട് ചെയ്യും. അങ്ങനെയൊന്നും ഇവർക്ക് ശീലങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ കണ്ടിരിക്കുന്ന ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഇവർ വേറെ ആളാണ്. അവർക്ക് അതിനെപ്പറ്റി യാതൊരു ചിന്തകളുമില്ല. എൻജോയ് ചെയ്ത് ഹാപ്പിയായിട്ട് നടക്കുന്നു. പിന്നെ അവർ ഡെയിലി റൊട്ടീൻ, എക്സർസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വളരെ ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പം സന്തോഷമായും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് ഞാൻ കണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഇവരുടെയൊക്കെ ആയുസ്സും വളരെ കൂടുതലാണ്. അസുഖങ്ങളുടെ റേറ്റും വളരെ കുറവാണ് നമ്മളെ അപേക്ഷിച്ച്. അപ്പം ഇതൊക്കെ കണ്ട് നമ്മൾ ഇതൊക്കെ അവധി ദിവസമാണെങ്കിൽ പോലും ഒരു കാഴ്ചകൾ കാണാനും എൻജോയ് ചെയ്യാനുമായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ് കേട്ടോ. അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഒത്തിരി അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ടീമുണ്ട്. പോലീസുകാർ കണ്ണിങ്ങനെ നല്ല സുഖമാണ്. നിങ്ങൾക്ക് ബോറടിക്കില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അതാണ് നമ്മൾ ഇതെല്ലാം നിങ്ങളെ കാട്ടിത്തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. ബോട്ടെല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അവിടെ ലേക്കിലിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കാഴ്ച. എല്ലാം ഫ്ലവറിൻ്റെ ഇതാണ് വെച്ചേക്കുന്നത്. ഇതൊരു വസന്തകാലമായതുകൊണ്ട് എല്ലാ ചെടികളും ഇങ്ങനെ പൂത്ത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇനി പൂക്ക് വരും കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു വേറൊരു ഭംഗിയാണ്. അപ്പോൾ അത് പൂക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ വീണ്ടും വന്ന് ഈ കാഴ്ചകളെല്ലാം നിങ്ങളെ കാട്ടിത്തരുന്നതാണ്. ഇത് കണ്ടോ, എന്താ ഭംഗി.郁金香种植区域，请勿进入。郁金香种植区域，请勿进入。ഈ കാഴ്ചകൾ郁金香种植区域，请勿进入。ഈ സൈഡിലേക്ക് പോവാം. എന്താ രസം. പല പല കളറുകൾ വളരെ ഓർഗനൈസ്ഡായിട്ട് അവരെ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഈ കാണുന്ന ചെടികളെല്ലാം തന്നെ ഇപ്പം പൂക്കാൻ തുടങ്ങുമ്പോഴത്തെ കഴിഞ്ഞാൽ വേറൊരു ഭംഗിയാണ് അതിന് കേട്ടോ. ചെറി ബ്ലോസമിൻ്റെ ചെടികളാണ് അതെല്ലാം. അവരൊക്കെ മുട്ടിട്ട് നിൽക്കുവാണ്, ഇപ്പം തന്നെ പൂക്കാൻ തുടങ്ങും. വേറെ സൈഡുകളിലൊക്കെ പൂത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം മേജർ ഏരിയകളിലൊക്കെ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. എന്താ രസം കാണാൻ. ഞങ്ങൾ ഇനി ഓരോ ചൈനയിലെ ഓരോ പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നിങ്ങൾക്ക് വീഡിയോകളുമായിട്ട് വരുന്നതാണ് കേട്ടോ. എന്തെങ്കിലും പ്രത്യേകിച്ച് ചൈനയിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇതങ്ങ് കിടക്കുവാണ് കേട്ടോ. ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് കിലോമീറ്റേഴ്സായിട്ട് കിടക്കുക. ചുറ്റിപ്പറ്റി അങ്ങനെയുണ്ട്.
അത് കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാഴ്ച എന്താണ് കേട്ടോ. അവനെ നിർത്തി ഒരു ഫോട്ടോ എടുത്ത് സെക്യൂരിറ്റി വഴക്ക് പറഞ്ഞു. ഈ ഒരു റോപ്പ് കെട്ടിയതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും ക്രോസ് ചെയ്യാൻ പാടില്ല. അവരപ്പോൾ ഡോഗിനെ അവിടെ നിർത്തി ഫോട്ടോ എടുത്തപ്പം അവർ വഴക്ക് പറഞ്ഞതാണ്. വഴക്ക് പറഞ്ഞ മീൻസ് വിസിലടിച്ചു. അപ്പോൾ തന്നെ ഇവർ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. അത് കേട്ടപ്പോൾ തന്നെ അവർ ആ ഡിസിപ്ലിൻ അവരപ്പോൾ തന്നെ മാറി. ഇതൊക്കെ സെക്യൂരിറ്റിയാണ്. തുലിപ്പ് അല്ലാതെ മറ്റുള്ള ചെടികളും ഉണ്ട്. റോസകൾ, പലതരത്തിലുള്ള റോസ് പൂക്കൾ, പിന്നെ എന്തൊക്കെയോ പേരിൽ എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരുകളൊന്നും അറിയില്ല. ചെറിയ എന്തോ ജമന്തി പോലത്തെയൊക്കെ കാണുന്നുണ്ട്. നിറയെ തിരക്കുള്ള ആൾക്കാരുടെ. പണ്ടൊക്കെ ഞങ്ങൾ സ്പീഡിൽ പോകുന്ന സ്ഥലമാണ്. ഇപ്പൊ സ്പീഡിൽ നടക്കാൻ പറ്റുന്നില്ല. അത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല ഭംഗി കേട്ടോ. ബോട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. എന്താ ഭംഗി. ഇവിടെ ഒരു ഇവന്റ് നടക്കും. അതായത് തുലിപ്പ് ഗാർഡന്റെ ഒരു ഏരിയയിൽ അവരുടെ ആക്ടിവിറ്റീസ്, ഡാൻസ്, പാട്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ, ഇതൊരു മെയിൻ ഏരിയ, മീൻസ് ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു ഏരിയ. ഇവിടെ തുലിപ്പ് ഗാർഡന്റെ ഒരു എല്ലാവരും വന്ന് ഗ്യാതറിങ് ചെയ്യുന്നതും, പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസും, ചിലവർ ഡാൻസ് കളിക്കും, പിന്നെ ചില ഉണ്ടോ ഒരു ട്രഡീഷണൽ വേഷം ധരിച്ച സുന്ദരികൾ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലോ. ഇവിടെ തുലിപ്പിന്റെ എന്തൊക്കെയോ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കും. ഈവനിങ് ആകുമ്പോഴത്തേക്കും പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ നടക്കും. എന്താ രസം. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്ന് ചെറുതായിട്ടുള്ള സൊവനിയേഴ്സ് ഒക്കെ ഇതുണ്ടോ അതിന്റെ. ഓ നീ ഹാവ് ഓ ശിശാനി. ഇത് കരിക്ക് കേട്ടോ. കരിക്കൊക്കെ കൊടുക്കുന്നുണ്ടോ അത്?
ബഹളം ഉണ്ടാക്കി എല്ലാവരും ഒക്കെ റെസ്റ്റ് എടുക്കുന്ന കൂടെ ഇരുന്ന് ഇവരുടെ ലഞ്ച് ടൈമിൻ്റെ സമയമായി കേട്ടോ. 11 o'clock ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഹലോ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നു. കുട്ടികളൊക്കെ വെച്ച് ചിലരെല്ലാം ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. എവിടെയും തുലിപ്പ് തന്നെ തുലിപ്പ്. ഓരോ ചെടിയുടെ അടിയിൽ പോലും വെച്ചേക്കുന്നു. എല്ലാവരും ലഞ്ച് ടൈം ആയ കാരണം ചെറിയ ഇവര് ഫുഡിന്റെ കാര്യങ്ങൾ വളരെ 11 മണിയോടെ അവരുടെ ലഞ്ച്. ഒരു 5 മണി മുതൽ 6 മണിക്കുള്ളിൽ പിന്നെ ഡാൻസ് അങ്ങനെയുള്ള പരിപാടികളുമായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങും. നമ്മളെ പോലെ സീരിയലൊക്കെ ഈവനിങ് പോയി ജസ്റ്റ് വാമപ്പ് ഒക്കെ ചെയ്ത് ഹോളിഡേയ്സ് ഒക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. പുറത്ത് ഫാമിലിയായിട്ട് പോവുകയും കറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ഹാപ്പി ലൈഫ് എന്നൊക്കെ പറയുന്നത്. അതാണ് അവരുടെ നോ ടെൻഷൻ ലൈഫാണ് അവരുടെ ജീവിത രീതിയിൽ ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാം. എല്ലാ കുടുംബത്തിലുള്ള പോലെ തല്ലുമ്പാളൊക്കെ മോസ്റ്റ്ലി കണ്ടിരിക്കുന്നത് അവർ എൻജോയ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഈവൻ എന്താണെങ്കിലും അവർ സെൽഫ് ലവില് കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര സെൽഫ് കെയറും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വളരെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും വളരെ കെയർ കൊടുത്തിട്ട് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ട ആൾക്കാരും പിന്നെ ഓരോ സ്ഥലത്തും പല രീതിയിലുള്ള അപ്പം നല്ലതും ചീത്തയും ഉള്ള ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. അപ്പം അതുപോലെ ഇപ്പം പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതൽ ആൾക്കാരും അവരവരുടെ സെൽഫ് കെയറിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ കാഴ്ചകളിലൂടെ പോവുകയാണ് കേട്ടോ. കണ്ണ് ഇതായി. അപ്പം നിങ്ങൾക്ക് ബോറടിപ്പിക്കാതെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇത്രയധികം കാഴ്ചകൾ. ഇവിടെ മാരേജ് ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ കാണിച്ചു തരാൻ കുറച്ച് കേട്ടോ. കേട്ടോ, ഇത് അവരുടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സാണ്. അവരൊരു വധുവാണ്. ഇത് ചെറുക്കനുമായിരിക്കാം. എല്ലാ തരത്തിലുള്ള ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. കണ്ണ് മഞ്ഞളിച്ചു എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ ഓരോ ഏരിയയിൽ ആൾക്കാർ ടെന്റ് അടിച്ചൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. അവരെല്ലാം ഗ്യാദർ ചെയ്ത് ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് വന്ന് അടിച്ച് കുറേ പേര് ഉറങ്ങുന്നു, കുറേ പേര് എൻജോയ് ചെയ്യുന്നു. അതൊക്കെ ഞാൻ കാഴ്ച ഉറങ്ങുന്നു. പിന്നെ ഇവരൊക്കെ കുറേ നാൾ തണുപ്പല്ലായിരുന്നു. അപ്പം അവരുടെ വിറ്റാമിൻ ഡി കളക്റ്റീവ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അവരുടെ പട്ടികളും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ, എല്ലാവരും നല്ല തട്ടാണ് കേട്ടോ. ലഞ്ച് ടൈമാണെന്ന് തോന്നുന്നു. വെയിൽ കൊള്ളുന്നുണ്ട്. അവിടെ വലിയൊരു ഗ്രൂപ്പ് ഇരുന്ന് എൻജോയ് ചെയ്യുന്നു. നല്ല തട്ടാനില്ല, നല്ല ഭക്ഷണം കഴിക്കില്ല. കാരണം ഇവരെ കണ്ട് ഞാനും അത്ഭുതപ്പെടാറുണ്ട്. ഭയങ്കരമായി കഴിക്കും. പക്ഷെ ഇവരുടെ ഫുഡിന്റെ ആ ഒരു സമയവും അവരുടെ ജീവിത ശൈലിയും കൊണ്ട് അവർക്കധികം അങ്ങനെ ഫാറ്റ് കയറുന്നത്. പിന്നെ മെറ്റബോളിസം അവരുടെ ഫാസ്റ്റ് ആയിരിക്കാം. അതൊക്കെ കൊണ്ട് പിന്നെ അവരുടെ ഭക്ഷണങ്ങളൊന്നും പ്രത്യേക തരത്തിൽ മസാലകളൊന്നുമില്ല, പെട്ടെന്ന് ഡൈജസ്റ്റ് ആകും. നമ്മൾ തന്നെ ഹോട്ടലുകളിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ, ചൈനീസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് തന്നെ അത് ഡൈജസ്റ്റ് ആകും. അതേസമയം നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലഞ്ച് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഡിന്നർ കഴിക്കേണ്ട തോന്നുകയില്ല. അത്രയും മസാലകളൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ കണ്ടോ. ഹലോ. അതിനുശേഷം ഞങ്ങൾ തുലിപ്പി ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടെ പിന്നെ അടുത്തൊരു ബ്രിഡ്ജ് വന്നു. ആ ബ്രിഡ്ജ് പാസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക്, ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ലേക്ക് ചുറ്റി നമ്മൾ എവിടെ വന്നോ അങ്ങോട്ടേക്ക് എത്താൻ. അതെ, ഈ ബ്രിഡ്ജ് പാസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് പോകും കേട്ടോ. ഈ കരയിൽ നിന്ന് ആ കരയിലേക്കുള്ള യാത്ര.
എല്ലായിടത്തും ഫോട്ടോഷൂട്ടും, എല്ലാവരും വ്ളോഗ് എടുക്കുന്നവരും, പിന്നെ ഇവിടെ ടിക്ടോക്ക് ഉണ്ട്, ചൈനീസ് ടിക്ടോക്ക് ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാരും യൂട്യൂബില്ല. കാരണം ഇവിടെ ചൈനയിൽ അവരുടെ ആപ്പുകളാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് കേട്ടോ. യൂട്യൂബ്, ഫേസ്ബുക്ക്, പിന്നെ ഗൂഗിൾ, യാഹൂ മെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ VPN യൂസ് ചെയ്യണം. അല്ലാതെ അവർക്ക് അതിൻ്റെ എല്ലാം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ടിക്ടോക്ക് ഇവരുടെ ആയതുകൊണ്ട് ചൈനീസ് ടിക്ടോക്കാണ് ഇവിടെ ഉള്ളത്. അത് ഭയങ്കര പോപ്പുലറാണ്. പിന്നെ അവർക്ക് എല്ലാത്തിനും ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട് കേട്ടോ. ഫേസ്ബുക്ക്, ഇപ്പം ഞങ്ങൾക്ക് WeChat എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നമുക്കിപ്പം എല്ലാ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യാനും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനാണ്. പിന്നെ ഗൂഗിളിന് അവർക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബൈദു ഇതുണ്ട്. അങ്ങനെ പല ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അവർക്കുണ്ട്. കാരണം അവർ അവരുടേതായ ആപ്പുകളാണ് യൂസ് ചെയ്യുന്നത്, സെക്യൂരിറ്റി റീസൺസ്. അപ്പം ഞങ്ങളൊക്കെ വാട്സപ്പ്, പിന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ VPN ഉപയോഗിച്ചാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് VPN വർക്ക് ചെയ്യുന്ന കൂടുതൽ സമയങ്ങളിലും ചൈനീസ് ആപ്പ് സപ്പോർട്ട് ചെയ്യത്തില്ല. സമയത്ത് അതെല്ലാം ചെറുതായിട്ട് പണിമുടക്കും. ചില സാഹചര്യങ്ങളിൽ ചില സമയത്ത് വർക്ക് ചെയ്യും. അപ്പം വളരെ ചൈനയിലുള്ള ഞങ്ങൾ ഓരോ ആൾക്കാർ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ VPN മുതലായ കാര്യങ്ങൾ ഇട്ടിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഫോറിനിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇന്ത്യയുടെ നമ്പറാണ്, ഇന്ത്യൻ നമ്പറിൽ നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ആ ആപ്പുകളൊക്കെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇവിടെ വന്ന് ചൈനീസ് നമ്പർ, ലോക്കൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ആപ്പുകളൊന്നും ഇടില്ല. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന വിസിറ്റ് ചെയ്യാൻ വരുന്നവരെല്ലാവരും ഇവിടെ വന്ന് ഫ്രീ VPN വർക്ക് ചെയ്യത്തില്ല. ഒരു വാവെ തള്ളി കയറ്റാനായിട്ട് അത് പ്രശ്നമായി. അപ്പം നമ്മളൊന്ന് സഹായിക്കാൻ നോക്കിയതാണ്. പക്ഷേ കേട്ടോ, സെൻട്രലൊരു വഴി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡിസേബിൾഡ് ആൾക്കാരുടെ ശ്രദ്ധയൊക്കെ ചാലി കൊണ്ടുപോകാനായിട്ട് ബ്രിഡ്ജിൽ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫോറിനേഴ്സ് ഒരാൾ ഇവിടെ വരും. VPN തന്നെ മാത്രമേ കൂടുതൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ചൈനയിലേക്ക് വരുന്നവർ എല്ലാവരും തന്നെ VPNൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തു വന്നാൽ അവർക്ക് പിന്നെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഏത് സിറ്റിയിൽ ചെന്നാലും VPN പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ അവിടെയൊക്കെ ഉണ്ടാവും. അവർ പേയ്മെൻറ്റ് വാങ്ങിച്ച് VPN സെറ്റ് ചെയ്ത് കൊടുത്താൽ എല്ലാ ആപ്പുകളും വർക്ക് ചെയ്യും. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പുറത്തെ ഒരു സിം കൊണ്ടുവന്ന് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആവുമല്ലോ. അപ്പോൾ ഇവിടെയുള്ള സിം ആകുമ്പോഴത്തേക്കും ഡാറ്റ ചാർജ് കുറവാകുന്നതുകൊണ്ട് ഇതൊക്കെയാണ് ചൈനയിലെ എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ ചൈനയെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹകരിക്കണം. ഞങ്ങൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തും വീഡിയോകൾ നിങ്ങൾ എടുക്കുന്നുണ്ട്. പുതിയ പുതിയ കാഴ്ചകൾ, ചൈനയിലെ വില്ലേജുകൾ, അവരുടെ ഭക്ഷണ രീതികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ചും ചൈനയിലെ മെയിൻ പ്ലേസസ്, ഇവിടുത്തെ മസ്റ്റ് വാച്ച് പ്ലേസസും മുന്നോട്ട് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ട്രാവൽ ചെയ്യുന്ന ടൈമുകളിൽ അതെല്ലാം എടുത്ത് ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെയും അത് കാട്ടി ചൈന എന്താണെന്ന് കാട്ടിത്തരുന്നതാണ്. ഇത് ചൈനയിലെ വീടുകളാണ് കേട്ടോ. ഇതിനോട് ചേർന്ന് ബംഗ്ലാവുകളുണ്ട്. നോർമലി എല്ലാ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ മാറി മാറി ഇതുണ്ട്. ഇതോടെ സിംഗിൾ ഇൻഡിവിജ്വൽ ബംഗ്ലാവ്സ് ആണ്, ലേക്ക് ഫേസിങ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ഏരിയയിൽ. ഇതുകൊണ്ട് അവരുടെ വീട്ടിലെ സെറ്റപ്പ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സെറ്റപ്പ് വീട്, അതെല്ലാം തുണികളൊക്കെ അലക്കാനായിട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരേ യൂണിക്കായിട്ട് ഒരേപോലത്തെ കുറേ സിമിലർ ബംഗ്ലാവ്സ് ഈ സൈഡിൽ എല്ലായിടത്തുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ലേക്കിന് ചുറ്റും നടക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചങ്ങ് മുന്നോട്ടേക്ക് നീങ്ങി. അപ്പം ഭംഗിയായിട്ടുള്ള രസമാണ് കേട്ടോ കാണാനൊക്കെ. മൊത്തത്തിൽ എന്ത് രസമാണെന്നറിയാമോ? 6.5 കിലോമീറ്റർ ഉണ്ട്, 1 മണിക്കൂറോളം എടുക്കും. അപ്പോൾ പറ്റുന്നിടത്തോളം കവർ ചെയ്യാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനുള്ള ഡയറക്റ്റ് വോയിസ് റെക്കോർഡിംഗ് ആണ് ചെയ്യുന്നത്.
മൊബൈലിൽ നിന്ന് എൻ്റെ ഇയർഫോൺ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ഇനി വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല. ഇതിലെന്തെങ്കിലും ചെറുതായിട്ട് വോയിസിൻ്റെ ക്ലാരിറ്റിക്കൊക്കെ പ്രശ്നമുണ്ടാകാൻ ചാൻസ് ഉണ്ടാവാനുള്ളൊരിതുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം വോയിസിനേക്കാളും നിങ്ങൾക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് കേട്ടോ, കാണിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടാവാം, തുടക്കകാലത്തിലുള്ള വീഡിയോകളല്ലേ, നമ്മൾ അത്ര എക്സ്പേർട്ടല്ല. അപ്പോൾ പതുക്കെ ഇതൊക്കെ കാര്യങ്ങൾ പഠിച്ചു വരട്ടെ. രാത്രിയാകുമ്പോൾ ഇവിടെയൊക്കെ നിറയെ ലൈറ്റിങ്സ് ആണ് കേട്ടോ. ഈ കാണുന്ന ലൈറ്റിങ്സ് ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ താമര ഉണ്ടായിരുന്നു ഇഷ്ടംമാതിരി. ഇനിയിപ്പോൾ അവർ ആ താമരയൊക്കെ ഇപ്പോൾ എനിക്കൊന്ന് തണുപ്പായതുകൊണ്ട് എല്ലാം പോയി. ഇനിയിപ്പോൾ അവർ രണ്ടാമത് താമര എല്ലാം കിളുത്ത് വരും. അതിൻ്റെ തണ്ടെല്ലാം താഴെയുണ്ട്. അപ്പം ഒരു 2-3 മാസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ താമരക്കുളമാണ് ശരിക്കും ഇത്, ലേക്കിൻ്റെ ഈ പാർട്ട്. അപ്പോൾ അവിടെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ഗ്രീൻ കളറിൽ കാണുന്നത് ലൈറ്റുകളാണ്. രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. വേറെ ദിവസം നമ്മൾ രാത്രിയിൽ വന്നിട്ട് ഈ കാഴ്ചകൾ കവർ ചെയ്തു. ഓരോ സൈഡിലുള്ള കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് കാട്ടി പോകണം കേട്ടോ നിങ്ങൾക്ക്. കുട്ടികളൊക്കെ തലയിൽ ഫ്ലവറിൻ്റെ കിരീടമൊക്കെ വെച്ചാണ് പോകുന്നത്. ഒക്കെ ഓരോ സൈഡാണ് ഇതിൻ്റെ നടക്കുന്നത്. ഇതെല്ലാം നമ്മൾ മോർണിംഗ് വാക്കിനൊക്കെ ഉള്ള ഒരു വാക്ക് വേ ആണ് കേട്ടോ, കംപ്ലീറ്റ് ആ ഒരു ലേക്കിന് ചുറ്റുമായിട്ട്. ഞങ്ങൾക്കിനി ഇവിടുന്ന് ഇപ്പം ഞങ്ങൾ ഹാഫ് എത്തിയിട്ടുള്ളൂ, ഇനി ഹാഫ് കവർ ചെയ്യാനുണ്ട്. ഇത് അടുത്തൊരു ലൊക്കേഷനിൽ നമ്മളെത്തി, ലേക്കിൻ്റെ വേറൊരു സൈഡിൽ. ഇവിടുന്ന് ബോട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ലേക്കിനുള്ളിൽ കറങ്ങാനുള്ളതാണ്. അതിൽ നല്ല ഇൻഫർമേഷൻസും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ പാർട്ടിൽ ഈ ബോട്ട് തന്നെ കാണിച്ചിരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് ക്ലോസപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ബോട്ട് വന്നതാണ്, അതിൻ്റെ ചുറ്റി ഒന്ന് കറങ്ങി കണ്ടോ. അതിലെല്ലാം ഉണ്ട് കേട്ടോ, ഗൈഡുണ്ട്, അതിൽ ഇൻഫർമേഷൻ കൊടുക്കും, അങ്ങനെയുള്ള പരിപാടിയാണ്. ഇത് ടൂറിസ്റ്റ് സെൻ്ററാണ് ഇവിടുത്തെ. പിന്നെ ഞങ്ങൾ മോർണിംഗ് വാക്കിനൊക്കെ ഇതുവഴി വരാറുണ്ട്. അപ്പോൾ ഇവിടെ ചൈനയിലുള്ള പ്രത്യേകത, ഏത് പാർക്കിൽ പോയാലും അവിടെ പബ്ലിക്കിനെ എക്സർസൈസ് ചെയ്യാനുള്ള മെഷീനുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ബോഡി പാർട്ടിനുള്ളതും നമുക്കൊരു വാമപ്പ് ചെയ്യാനും ചെറുതായിട്ട് ശരീരം പ്രായം കൂടിയവർക്കും ചെയ്യാനുള്ള രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ വേറൊരു കാഴ്ച, എല്ലാവിധ ഇന്നത്തെ സെറ്റപ്പുകൾ തന്നെയും അവർ സോളാറിലാണ് വർക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, വയസ്സായ ആൾക്കാർക്ക് എക്സർസൈസ്, വയസ്സായ തന്നെയല്ല എല്ലാവർക്കും വന്ന് ചെയ്യാം, എക്സർസൈസ് ചെയ്യാനുള്ള സെറ്റപ്പുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വോളിബോള് കോർട്ട് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർക്കിൻ്റെ പല സൈഡുകളിലായിട്ട് ഇന്നലെ കഴിഞ്ഞ 1ാം പാർട്ടിൽ കാണിച്ചതുപോലെ പബ്ലിക് ടോയ്ലറ്റുകളുണ്ട്. പക്ഷെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അധികം കാഴ്ചകളൊന്നും ഇങ്ങനെയില്ല, ജസ്റ്റ് ഒരു വാക്ക് വേ, ബ്രിഡ്ജസ് ഉണ്ട്, ഇവിടെ കുറച്ച് ബോട്ടിങ്ങിൻ്റെ സെറ്റപ്പ് ഉണ്ട്. ഇത് പിന്നെ ഈ ലേക്ക് ഇങ്ങനെ ഇവിടെയുള്ള സിറ്റി ചുറ്റി അങ്ങ് പോകുന്നതാണ്, അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇത് ലേക്ക്, പിന്നെ ഇതങ്ങോട്ട് തോട്, അതായത് വലിയ ബോട്ടുകളൊക്കെ പോകും അങ്ങോട്ട്, കുറേ ദൂരത്തേക്ക് പോകും കേട്ടോ. ബോട്ട് സർവീസ് എല്ലാം ഉണ്ട്. അതെ, പട്ടികളൊക്കെ ആയിട്ട് ആൾക്കാർ നടക്കാൻ വരുന്നു. വാല് മുറിക്കുന്നതല്ല അവരുടെ, ആ ഒരു ബ്രീഡ് വാലില്ലാത്ത ബ്രീഡാണ്. ലേക്കിൻ്റെ വേറെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ ഈ ഏരിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ നിറയെ ഷോപ്പുകളും ഈവനിങ്ങിൽ നല്ല ഇവൻറ്റ്സൊക്കെ നടക്കുന്നതാണ്, പ്രോഗ്രാംസും ഒക്കെ കേട്ടോ. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാമല്ലോ. അപ്പോൾ നിറയെ ഷോപ്പുകളാണ്. ഇപ്പം നമ്മൾ അപ്പുറത്തെ സൈഡ് കണ്ട അതേപോലത്തെ തന്നെ ഫുഡ് ഐറ്റംസും പിന്നെ ഇങ്ങനെ ഓരോ ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു ഉച്ച സമയമായതുകൊണ്ട് തിരക്കുണ്ടെങ്കിൽ തന്നെ ക്ലൈമറ്റൊക്കെ ഒന്ന് ഡള്ളായി. നേരത്തെ നല്ല വെയിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് പോയി ഒരു തണുപ്പിൻ്റെ അതേ കാലാവസ്ഥയിലേക്ക് തന്നെ വന്നു. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ.
നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കരിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചെറുതായിട്ട് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങി കഴിക്കണം. ഇത് ഡംപ്ലിംഗ് ആണ് കേട്ടോ. ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ ഫിഷ് ബോൾസ് ആണ് കേട്ടോ. ഫോട്ടോസ് എടുക്കുന്ന സ്ഥലം, അവരുടെ ട്രഡീഷണൽ കൊട, എന്തൊക്കെയാണ് എല്ലാ ഫുഡ് ഐറ്റങ്ങളാണ്. പല സാധനങ്ങളും നമുക്കറിയില്ല. നമ്മൾ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നമുക്ക് കിട്ടും. തരത്തിലുള്ള ഡംപ്ലിങ് ഇത് ഹോട്ട് ഡോഗ്സ്, പോപ്കോൺ, ഈ സൈഡിലേക്ക് ഇവിടെ മൊത്തം പൂക്കളാണ്. പൂക്കളുടെ送给你可爱的宝贝，让孩子的童年更快乐。快来尝尝吧！棉花糖，小朋友最爱吃的棉花糖，棉花糖不含有甘蔗糖，加工而成，അല്ല നിറച്ച് ആ ഒരു ലേക്കിന് ചുറ്റുമുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇത്. ഇത് പ്രത്യേകിച്ചും അവർക്ക് ഇവിടെ എന്തെങ്കിലും ഒത്തിരി സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ബാഗ് അത് ഇത് തിരക്കുള്ളതുകൊണ്ടാണ്. എന്തോ ഇത് എന്തൊക്കെയോ സാധനങ്ങൾ.可以过来看看品尝。ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ കരിക്ക് കിട്ടുമെന്നാണ് നോക്കുന്നത്. പക്ഷെ കരിക്ക് കാണുന്നില്ല. ഓ കരിക്ക് കണ്ടു കേട്ടോ. ഓ 200 രൂപ അടുത്ത് ആയി നോക്കും. അത്യാവശ്യത്തിന് കഴിക്കാനായിട്ട് നല്ല വിശക്കാൻ തുടങ്ങി.聚会扫扫到这儿。മുറിച്ച് വാങ്ങിച്ചോ, സ്പൂണ് വാങ്ങിച്ചോ കൂടുതൽ. പിന്നെ ഇവിടെ നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പെയിന്റിങ്സ് ഇതൊരു പ്രത്യേകതയുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഇവിടുത്തെ എക്കോ കേൾക്കുന്ന ഒരു ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ നമ്മൾ ഭയങ്കര സൗണ്ടിൽ ഒച്ച എടുത്താൽ എക്കോ ആയിട്ട് വരും. ഇപ്പം നല്ല തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സൗണ്ട് കേൾപ്പിക്കാത്താണ്. മറ്റുള്ള സമയങ്ങളിൽ നമ്മൾ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. കുട്ടികളൊക്കെ ഒച്ചെടുത്താൽ എക്കോ കേൾക്കും ഇതിനകത്ത് കേട്ടോ. ഒരു പ്രത്യേകതയുള്ള ഒരു സാധനമാണ് കേട്ടോ. അത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വാങ്ങി നോക്കട്ടെ എന്താണെന്ന് നോക്കട്ടെ.
പറ്റിക്കും. അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ചെടികളെല്ലാം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ആൾക്കാർക്ക് ഇവിടെ വന്ന് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ഈ ഒരു ബ്രിഡ്ജുണ്ട് ലേക്കിന് ക്രോസ് ആയിട്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഇനിയും കുറേ ദൂരമുണ്ട് കേട്ടോ. 1.5 കിലോമീറ്റർ നടന്നാലേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സൈഡിലേക്ക് എത്തുള്ളൂ. ഏത് സൈഡും ചൈനയുടെ നോക്കിയാലും നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടുതൽ ചൈന വിശേഷങ്ങളുമായിട്ട് മുന്നോട്ടുള്ള വീഡിയോയിലേക്ക് കാണാം. എന്തെങ്കിലും കമൻറ്റുകളോ പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു. ഓക്കെ, ബൈ ബൈ.